Asylum Learning അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ നമ്മൾ എല്ലാവരും തന്നെ 8th CBSE അടിപൊളിയായിട്ട് പഠിച്ചു. അതിൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ആൾക്കാരും ഉണ്ട്, പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ആൾക്കാരും ഉണ്ട്. ഈ വർഷം നിങ്ങൾക്കറിയാം 9th CBSE ലോട്ട് കയറുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നതും ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ 8th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ആൾക്കാർക്ക് അറിയാം ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് 8th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടിയത്. 9th CBSE നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളെ കാത്തിരിക്കുന്നതും ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, ഒരുപാട് മാറ്റങ്ങളോട് കൂടി തന്നെ. അതെങ്ങനെയാ മിസ്സിന് അറിയുന്നേ, ടെക്സ്റ്റ് ബുക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് മക്കളെ കൃത്യമായിട്ട് 9th CBSE സിലബസ് നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സിലബസ് എല്ലാ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ അതിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നും എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നും എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്ന മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, അടുത്ത വർഷം നിങ്ങൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ യോധാ ബാച്ച് 8th CBSE യോധാ ബാച്ചിൽ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചതാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നിഞ്ച ബാച്ചിലോട്ടാണ്. 9th CBSE നിഞ്ച ബാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 9th CBSE നമ്മളെ കാത്തിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിട്ട് പോകേണ്ടത് എന്നുള്ളത്. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വീടുകൾ കാണാം അല്ലെ, കുറച്ച് അടുത്തടുത്ത് കുറേ വീടുകൾ ഇങ്ങനെ നിൽക്കുവാണ്. സപ്പോസ് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക, ഇത് എന്റെ വീടാണ് എന്ന് വിചാരിക്കാം. ഏതാണ് എന്റെ വീട്? ഇത് എന്റെ വീടാണ്. ഓക്കെ, എന്റെ പേര് അമൃത എന്നാണേ. ഇത് എന്റെ വീടാണ്. ഓക്കെ, ഇത് എന്റെ വീടാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഓക്കെ വേണ്ട, ഇതൊരു ടെമ്പിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആണെന്ന് വിചാരിക്കുക. സ്കൂൾ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു സ്കൂളാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വഴി പറഞ്ഞു തരുവാണ്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുവാണ്, ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുമ്പോൾ എന്ത് പറയണം? സ്കൂളിൽ നിന്ന് 1 2 3 4ാമത്തെ വീടാണ് എന്റെ വീട് എന്ന് ഞാൻ പറയും. സ്കൂളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട്, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എന്റെ റൈറ്റ് ആണിത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റ് ആണിത്. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ചോളാം. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. സ്കൂളിൽ നിന്ന് 4ാമത്തെ വീടാണ്, സ്കൂളിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള 4ാമത്തെ വീടാണ് എന്റെ വീട് എന്ന് എനിക്ക് പറയാം. ഇനി സപ്പോസ് ഇതാണ് നിങ്ങളുടെ വീട് എന്ന് വിചാരിക്കുക, ഇതാണ് നിങ്ങളുടെ വീട് എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ആരുടെങ്കിലും എക്സ്, ഇതാണ് എക്സിന്റെ വീട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെ പറയും? സ്കൂളിൽ നിന്ന് റൈറ്റിലോട്ട് 2ാമത്തെ വീടാണ് എക്സിന്റെ വീട് എന്ന് എനിക്ക് പറയാം. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു സ്കൂൾ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ വീടും അതേപോലെ വേറൊരു കുട്ടിയുടെ, അതായത് എക്സ് എന്ന് പറയുന്ന കുട്ടിയുടെ വീടും ഞാൻ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞു തരികയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം? ഒരു റെഫറൻസ് പോയിന്റ് വേണം. ഇതാണ് നമ്മളുടെ റെഫറൻസ് പോയിന്റ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മാത്തമാറ്റിക്സിലേക്ക്, അതായത് കോർഡിനേറ്റ് ജോമെട്രിയിലേക്ക് വരുമ്പോൾ ഇതിനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ നമ്പർ ലൈൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ലൈൻ ഉണ്ടായിരിക്കും. ആ ലൈനിന്റെ സെന്ററിൽ 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ റെഫറൻസ്. ഇത് ഈ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വാല്യൂസും റൈറ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് വാല്യൂസും ആണ് വരുന്നത്. ഇതാണ് മക്കളെ നമ്പർ ലൈൻ. ഇതിൽ ഞാനൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്താൽ പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? -4 മിസ്സേ നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. ഇനി ഞാനൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പറയും? മിസ്സേ ആ പോയിന്റ് ഇരിക്കുന്നത് 6 മിസ്സേ. അപ്പൊ കൃത്യമായിട്ട് ഒരു പോയിന്റ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്പർ ലൈൻ യൂസ് ചെയ്ത് പറയാം. ഒരു ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത്, കൃത്യമായിട്ട് ഒരു വരയുടെ മുകളിൽ ഒരു പോയിന്റ് ഇരിക്കുമ്പോൾ അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ലൈൻ യൂസ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്പർ ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് പോവാന്ന് വിചാരിക്കാം. ഒരു ക്ലാസ് റൂമാണിത്. ഈ ക്ലാസ് റൂമില് ഈ ഒരു കുട്ടീനെ എനിക്ക് മാർക്ക് ചെയ്യണം. എനിക്ക് പറയണം മക്കൾ കുട്ടി എവിടെയാ ഇരിക്കുന്നതെന്ന് എനിക്ക് പറയണം. ഞാൻ പറയുവാണ് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന കുട്ടിയാണ്. ഫസ്റ്റ് റോയിൽ 3 പേരും ഇരിക്കുന്നില്ലേ? അല്ലെ, ഫസ്റ്റ് കോളത്തിൽ 3 പേരും ഇരിക്കുന്നില്ലേ? അപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആളെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി? ഒരു നമ്പർ ലൈൻ മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് എന്ത് വേണം? 2 നമ്പർ ലൈൻ വേണം അല്ലെ. അതായത് ഇവിടെ ഞാനൊരു ഡോട്ട് മാർക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു, ഒരു പോയിന്റ് P മാർക്ക് ചെയ്തു. ഈ പോയിന്റ് എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ വേണമെങ്കിലും നമ്മുടെ പോയിന്റ് വരാം. ഈ പേപ്പറിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം. മുകളിലാണെന്ന് പറഞ്ഞാൽ എവിടെ വേണേലും വരാം.
അപ്പൊ ഈ ഒരു പോയിന്റിനെ കൃത്യമായിട്ട് എനിക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനെ ഒരു ലൈനും വേണം. 2 ലൈനുകൾ വേണം. അതായത് ഇവിടെ നിന്ന് ഇത്ര ദൂരം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം 4 സെന്റിമീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം 5 സെന്റിമീറ്ററും ആണെങ്കിൽ എനിക്ക് പറയാം എന്റെ പോയിന്റ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് 4 സെന്റിമീറ്ററും ഇവിടെ നിന്ന് 5 സെന്റിമീറ്ററും ദൂരത്തിലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാം. ഈ പോയിന്റ് എവിടെ ഇരിക്കുന്നു? ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈനിൽ നിന്നും 4 സെന്റിമീറ്ററും ഈ ഒരു ലൈനിൽ നിന്ന് 5 സെന്റിമീറ്ററും അകലത്തിലാണ് എന്റെ പോയിന്റ് ഇരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഒരു പ്ലെയിനിൽ പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ, ഡോട്ട് ഓൺ എ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ മാർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോളം വൈസ് ആ കുട്ടി എവിടെയാണെന്നും റോ വൈസ് ആ കുട്ടി എവിടെയാണെന്നും എനിക്ക് അറിഞ്ഞിരിക്കണം. 2 വാല്യൂസ് വേണം. ഒരു പ്ലെയിനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് എന്ത് വേണം? 2 വാല്യൂസ് വേണം. അവിടെ 2 ആക്സിസുകൾ വേണം, 2 ലൈനുകൾ വേണം. ഈ 2 ലൈനുകളെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നും പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നും പറയുന്നത്. കറക്റ്റ്? റെഡി? അപ്പൊ എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താന്ന് പറഞ്ഞു. ഈ ഒരു സിസ്റ്റത്തിനെ മൊത്തമായിട്ട് ഒരു പ്ലെയിനിലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരച്ച് ഒരു പോയിന്റ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെയാണ് കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അത് കണ്ടുപിടിച്ചിരിക്കുന്നത് റെനെ ഡെക്കാർട്സ് എന്ന് പറയുന്ന ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആണ്. ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവും. 17th സെഞ്ചുറിയിലായിരുന്നു. ഒരു ദിവസം എന്താ ഇങ്ങനെ ബെഡിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതിനെ പറ്റിയൊക്കെ. അപ്പം റെസ്റ്റിംഗ് ഓൺ ഹി സോൾവ് ദ പ്രോബ്ലം ഓഫ് ഡിസ്ക്രൈബിംഗ് പൊസിഷൻ ഓഫ് എ പോയിന്റ് ഇൻ എ പ്ലെയിൻ. ചുമ്മാ കിടക്കയിൽ ഇങ്ങനെ കിടന്ന സമയത്ത് ഈ റെനെ ഡെക്കാർട്സ് കണ്ടുപിടിച്ച ഒരു സാധനമാണ് എന്ത് എന്ന് പറയുന്നത്? ഒരു പ്ലെയിനിലെ പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലെ? ഹിസ് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ഓൺ ദ ഓൾഡർ ഐഡിയ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ഇൻ ഓണർ ഓഫ് ഡെക്കാർട്സ്, the system used for describing the position of a point in a plane is also known as Cartesian system. അതാണ് കാർട്ടീഷ്യൻ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബോർഡ് എന്തോ ആട്ടെ, അവിടെ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്താൽ ആ പോയിന്റിന്റെ പൊസിഷൻ കൃത്യമായിട്ട് എവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയണമെങ്കിൽ മക്കളെ 2 ആക്സിസുകൾ നമുക്ക് ആവശ്യമാണ്. അത് ഒന്നാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു പ്ലെയിനിൽ ഇരിക്കുന്ന പോയിന്റിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റ്, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പോയിന്റ് നോക്കുക. ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ആണ്, ഇവിടെ നിന്ന് ഇവിടെ 3 ആണ് അല്ലെ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2,3 എന്ന് മാർക്ക് ചെയ്യുന്നു. കറക്റ്റ്? ഇവിടെ എക്സിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ 2 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. സോ 2,3. എപ്പോഴും നമ്മൾ എഴുതേണ്ടത് എക്സ് കോമ വൈ എന്നാണ്. എക്സിന്റെ വാല്യൂ കോമ വൈയുടെ വാല്യൂ. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഏത് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ വാല്യൂസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? താഴത്ത് കമന്റ് ആയിട്ട് പറയണം. എക്സിന്റെ വാല്യൂ എന്താണെന്നും വൈയുടെ വാല്യൂ എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക? താഴത്ത് കമന്റ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അത് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ വർഷം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിഞ്ച ബാച്ചില് നമ്മൾ ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്റർ സൂപ്പർ ആയിട്ട് പഠിപ്പിക്കും. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ സബ്ജക്റ്റിന്റെയും ഓരോ ദിവസം ഒരു സബ്ജക്ട് മാത്രം കേട്ടോ. ഒരു സബ്ജക്റ്റിന്റെ 1.5 മണിക്കൂറിന്റെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ് കഴിഞ്ഞ പാട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? 10 MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരും. അപ്പൊ MCQ പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാ? 20 മാർക്കിന്റെ ബോർഡ് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏത് തരത്തിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഒരു ലൈവ് ക്ലാസ് കഴിയുന്നു, അതിന്റെ MCQs നിങ്ങൾ ചെയ്യുന്നു, ആ ചാപ്റ്റർ സെറ്റ് ആവും. ഇനി ആ ചാപ്റ്റർ അല്ല, ആ ചാപ്റ്ററിൽ ഒരു പോർഷൻ സെറ്റ് ആവും. ഒരു ചാപ്റ്റർ നമ്മൾ 6 ക്ലാസ്സുകളായിട്ട് അല്ലെ 5 ക്ലാസ്സുകളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. സപ്പോസ് ഇനി ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ചിലപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ അല്ല, നേരെ 2ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഫീച്ചറാണ് മിസ്സേ ഞങ്ങൾക്ക് തരാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേൾ വീഡിയോസ് യൂസ് ചെയ്യാം. 2ാമത്തെ ചാപ്റ്ററിന്റെ പേൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും? നമ്മുടെ ആപ്പിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടാവും.
ആ പേൾ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളിലതും നമ്മളതും മാച്ച് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ക്ലാസ് ചാപ്റ്റർ കഴിഞ്ഞു, ഇനി എന്താണ്? യൂണിറ്റ് ടെസ്റ്റ് ആണ്. ആ ഒരു യൂണിറ്റിന്റെ ആ ഒരു ചാപ്റ്ററിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതിൽ കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന MCQs, അതിന്റെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ, 2 മാർക്സ് 3 മാർക്ക് ക്വസ്റ്റ്യൻ, ബോർഡ് എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അതേ മോഡലിൽ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അന്നേ ദിവസം വൈകുന്നേരം തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷനും ഉണ്ടായിരിക്കും. കഴിഞ്ഞിട്ടില്ല, അപ്പൊ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഒരു 3-4 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ടേം എക്സാംസ് വരും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടേം എക്സാമിന്റെ മോഡൽ എക്സാം ഇവിടെ നടക്കും. അതിന്റെ ആൻസർ കീ ഡിസ്കഷനും കാര്യങ്ങളും വരും. ഇനി ഇനാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇനാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ടീച്ചേഴ്സിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. അതൊരു ഇനാപ്പ് കമ്മ്യൂണിറ്റി വേറെ തന്നെ ഉണ്ട്. പാരന്റ്സിന് കുട്ടികളുടെ സ്റ്റഡീസ് എന്താ പറയാ ട്രാക്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മുടെ ആപ്പ് വരുന്നത്. ഇതില് ലൈവ് ക്ലാസ്സുകൾ, നോട്ട്സ്, അതായത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യൻ നോട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചാപ്റ്റർ കഴിയുമ്പോൾ, ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആയിരിക്കും നമ്മുടെ ആപ്പിൽ. അപ്പൊ നോട്ട്സ് എഴുതി എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ എന്താണ്? DPPs ഉണ്ട്, ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ഇനാപ്പ് കമ്മ്യൂണിറ്റി, ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ട്, റിവിഷൻ ടെസ്റ്റ് ഉണ്ട്, പേൾ ഉണ്ട്. ഇവിടെ വരെ നമ്മളുടെ ബേസ് പ്ലാനിലുള്ളതാണ്. അതായത് നിങ്ങളുടെ നിഞ്ച ബാച്ചിന്റെ ബേസ് പ്ലാനിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി പേൾ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രീമിയം ഫീച്ചറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഫിനിറ്റിയിലേക്ക് വരും. ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പേൾ വീഡിയോസും കൂടെ നിങ്ങൾക്ക് ഇനാബിൾ ആവുന്നുണ്ട്. പേൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പും, അതായത് കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് തരുന്നതാണ് ഇൻസ്റ്റാലേൺ. ഇക്വേഷൻസ് മാത്രമായിട്ട് വരുന്നതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. രണ്ടും അടിപൊളിയാണ്. മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ടതാണ് 9th CBSE അടിപൊളിയാക്കാൻ. പിന്നെ വരുന്നത് ആക്സസ് ടു ഫാൽക്കൺ ബാച്ച്. അത് ഇൻഫിനിറ്റി പ്രോയിലാണ് വരുന്നത്. ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളുടെ നീറ്റ് JEE പോലുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ച് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ആദ്യം മുതലേ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പൊ അതിന് നിങ്ങളെ റെഡി ആക്കാനായിട്ട് ഇപ്പോ 9th CBSE എല്ലാ ചാപ്റ്ററും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? നമുക്ക് നീറ്റ് JEE പോലെയുള്ള ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. ചില ചാപ്റ്ററുകൾ, ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചില ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ ഒന്നാട്ടോ കോർഡിനേറ്റ് ജോമെട്രി. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നീറ്റ് JEE പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ഈസി ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ നിങ്ങൾ തറവാക്കി 9th തന്നെ പഠിപ്പിച്ച് സെറ്റാക്കി 10th വിടുന്ന ഒരു ബാച്ച് ആണ് നമ്മളുടെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫിനിറ്റി പ്രോ ബാച്ച് പർച്ചേസ് ചെയ്യണം. അപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയാം ഇൻഫിനിറ്റി പ്രോ ബാച്ച് ആണ്. കാരണം ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് അടിപൊളിയാണ്. 10th ടോപ്പിക്കുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? 9th മുതലേ പഠിച്ചു തുടങ്ങുവാണ്. അപ്പൊ 10th എത്തുന്ന സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അതായത് 9th കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവാണ്. അടിപൊളിയാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഈ 3 ബാച്ചുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്ത് ഏത് വേണമെന്ന് തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഏർലി ബേർഡ് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് എമൗണ്ടിൽ എന്ത് കിട്ടും? നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. എഡ്യൂഫെസ്റ്റ് ഓഫർ ആണ്. അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യണ്ട, കൃത്യമായിട്ട് ജോയിൻ ആവാം. ഇതൊരു ഓഫർ കിട്ടുന്നതിലുപരി കൃത്യമായിട്ട് നിങ്ങൾ ഒരു വർഷത്തേക്ക് പഠിക്കാനുള്ള ഒരു പ്ലാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ട്യൂഷന് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് CBSE-കാരൊക്കെ ട്യൂഷന് പോകുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിന് മാത്രം നമ്മൾ കൊടുക്കണം 500 രൂപ, 600 രൂപ, 1000 രൂപയൊക്കെ. അപ്പൊ ഒരു വർഷത്തേക്ക് എത്ര എമൗണ്ട് ആവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ ഒരു എമൗണ്ട് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വർഷത്തേക്കുള്ള ഫുൾ സബ്ജക്റ്റിന്റെ ഫുൾ ടോപ്പിക് വൈസ് എല്ലാം ഈ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നിങ്ങൾ തന്നെ ഒന്ന് വൈസ് ആയിട്ട് തിങ്ക് ചെയ്ത് എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. ഇപ്പോ April 5th വരെയാണ് നമ്മുടെ ഓഫർ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ആപ്പിൽ വെച്ച് കാണാം.